നമസ്കാരം. MS മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. മേലാറ്റൂർ ജനുവരി 7 നടക്കുന്ന റോഡ് ഉപരോധ സമരത്തിന്റെ മുന്നോടിയായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മേലാറ്റൂർ ടൗണിൽ വിളംബര പ്രചരണ ജാഥ നടത്തി. കഴിഞ്ഞ 4 വർഷം മുമ്പ് പുലാമന്തോൾ മുതൽ ഒലിപ്പുഴ വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി വളരെ അങ്ങേയറ്റം ഉത്സവാന്തരീക്ഷത്തിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഏകദേശം 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി ഇന്ന് 4 വർഷത്തിലധികമായി വർക്ക് തുടങ്ങിയിട്ട്. എന്നാൽ നാളിതുവരെയും നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി പുലാമന്തോൾ മുതൽ ഒലിപ്പുഴ വരെയുള്ള ജനവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീരാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേലാറ്റൂരിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമര പരിപാടികളുടെ വിളംബര ജാഥയാണ് ഇന്ന് മേലാറ്റൂർ ടൗണിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതിന്റെ അധികാരികളായ KSTPയുടെ കുറ്റിപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഒരു ഉപരോധ സമരം എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഏകദേശം 4 മണിക്കൂറുകളോളം സമയം ഓഫീസിനകത്ത് ബന്ദിയാക്കി നിർത്തിയിട്ടും ആ സമയത്ത് നമുക്ക് ജനകീയ കൂട്ടായ്മയുടെ സമര പോരാളികൾക്ക് കുറ്റിപ്പുറം SHAയുടെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി നമുക്ക് തന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ഈ ഡിസംബർ 25-ന് ഫസ്റ്റ് ലെയർ ടാർ ചെയ്തുകൊണ്ട് ഇന്ന് മേലാറ്റൂരും പരിസരങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന ഈ യാത്രാ ദുരിതത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പൊടിശല്യത്തിനുമൊക്കെ ശാശ്വത പരിഹാരം കണ്ടുകൊണ്ട് ഫസ്റ്റ് ലെയർ ടാർ ചെയ്യുന്നത് ഡിസംബർ 25-ഓടുകൂടി പൂർത്തിയാകുമെന്നുള്ളതാണ് അന്ന് നമുക്ക് നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. എന്നാൽ നാളിതുവരെയും പല തവണയായിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള ഉറപ്പ് കിട്ടിയിട്ടും നാളിതുവരെയും അതൊന്നും പാലിക്കപ്പെടാതെ തികച്ചും ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രൂപത്തിലുള്ള പ്രവണത തുടർന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ പരിപാടികൾ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ജനുവരി 7-ാം തീയതി മേലാറ്റൂർ ടൗണിനെ ഉപരോധിച്ചുകൊണ്ട് മേലാറ്റൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചുകൊണ്ട് നമ്മളെ ജനകീയ ഉപരോധം സംഘടിപ്പിക്കുകയാണ്. ഈ റോഡിന്റെ ഈ ദുരവസ്ഥക്ക് പരിഹാരം കാണുന്നതുവരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും ശക്തമായ പിന്തുണ ആ സമര പരിപാടികളും തുടർന്നുള്ള പ്രക്ഷോഭങ്ങളിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ഈ ജനകീയ സമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒലിപ്പുഴ മേലാറ്റൂർ പുലാമന്തോൾ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മേലാറ്റൂർ ജനകീയ സമരസമിതി ജനുവരി 7-ന് മേലാറ്റൂർ ടൗണിൽ റോഡ് ഉപരോധിക്കുന്നു. ജനകീയ സമരസമിതി ചെയർമാൻ VE ശശിധരൻ, കൺവീനർ മുജീബ് റഹ്മാൻ, കോർഡിനേറ്റർ K മനോജ് കുമാർ, കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CT മുഹമ്മദ്, ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ, ബ്ലോക്ക് മെമ്പർ UT മുൻഷിർ, വാർഡ് മെമ്പർമാർ, ജനകീയ സമരസമിതി ഭാരവാഹികളായ PE ഉമ്മർ, P ജലാലുദ്ദീൻ, KP ഉമ്മർ, അജിത് പ്രസാദ്, K സജീഷ് മാരാർ, C അബ്ദുൽ കരീം, ജയരാജ്, P തുളസീധരൻ, ഇല്യാസ് ഐലക്കര, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ നിരവധി പേർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയൂർ.